പിന്നെ ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇവരൊരു പ്രീമിയം പ്രൊജക്ട് എടപ്പള്ളി ലുലുവിന്റെ അടുത്തായിട്ട് ഓൺഗോയിങ് ആണ്. അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാമ്പിൾ ഫ്ലാറ്റ്. ലിവിംഗ് ഏരിയ ഉണ്ട്, അതിൽ ഡൈനിങ്ങിനുള്ള സ്പേസ് ഉണ്ട്. ഇത് ടവർ 1, ടവർ 2. ടവർ 2ലാണ് നമുക്ക് ഒരു യൂണിറ്റ് ഇപ്പൊ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞത്. കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്, ബാഡ്മിന്റൺ കോർട്ട് ഉണ്ട്, അവിടെ ബാസ്കറ്റ്ബോൾ കോർട്ട് വരുന്നുണ്ട്, ഫുട്ബോൾ ടർഫ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുള്ള ജിമ്മ്, എല്ലാ മെഷീൻസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹായ്, ഇന്ന് നമ്മൾ കലൂർ സ്റ്റേഡിയത്തിന്റെ ബാക്ക് സൈഡിലായിട്ട് കെൻ കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് പ്രൊജക്ട് കാണിക്കാനാണ് വന്നിട്ടുള്ളത്. അവർ 2 വർഷം മുമ്പ് കംപ്ലീറ്റ് ചെയ്ത യൂണിറ്റ് ആണിത്. ഇതിലൊരു യൂണിറ്റ് ഇപ്പോൾ ബാക്കിയുണ്ട്. പിന്നെ ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇവരൊരു പ്രീമിയം പ്രൊജക്ട് എടപ്പള്ളി ലുലുവിന്റെ അടുത്തായിട്ട് പ്രീമിയം പ്രൊജക്റ്റ് ആണ്. പ്രീമിയം അമ്യൂണിറ്റീസും പ്രീമിയം മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊജക്ട് വരുന്നത്. ആ പ്രൊജക്ടിന്റെ ഒരു വാക്ക് ത്രൂ കാണിച്ചു തരാം. കൂടാതെ ഈ പ്രൊജക്റ്റിൽ അവരിപ്പോൾ കംപ്ലീറ്റ് ചെയ്ത പ്രൊജക്റ്റിൽ എന്താണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെന്ന് കാണിക്കാനാണ് വന്നിട്ടുള്ളത്. ഇവരുടെ ലോഞ്ചും അതുപോലെ ഇവര് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള അമ്യൂണിറ്റീസും പരിചയപ്പെടുത്താനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് അവരുടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഏരിയ ആണ്. ഇവിടെ കിഡ്സ് പൂൾ വരുന്നുണ്ട്, കൂടാതെ ജക്കൂസി, സോന ബാത്ത്, സ്റ്റീം ബാത്ത്, ഇത്രയും അമ്യൂണിറ്റീസ് ഇവിടെ വരുന്നുണ്ട്. കൂടാതെ കയറി വരുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയുള്ള ടോയ്ലറ്റ്, ജെന്റ്സും ലേഡീസും ടോയ്ലറ്റ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് മെയിൻ ഗേറ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഇത്രയും വലിയൊരു ഏരിയ ഓപ്പൺ സ്പേസ് ഉണ്ട്. ഇവിടെ ഗാർഡനിങ്ങും സിറ്റിങ്ങിനും വേണ്ടിയുള്ള സ്പേസും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഗ്രീൻ ആയിട്ടൊരു സ്പേസ് ആണത്. നമ്മൾ ഈ പ്രൊജക്റ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഇത് നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് തരും. ഈ ഭാഗത്തായിട്ടാണ് എൻട്രൻസ് വരുന്നത്. പിന്നെ അവിടെ കാണുന്നത് ഗെയിം ഏരിയ ആണ്. ഈ ഗാർഡൻ ഏരിയയിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു പാൻട്രി ഏരിയ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു മിനി പാർട്ടിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെർവ് ചെയ്യാനൊക്കെ പറ്റിയുള്ള സ്പേസ് ഉണ്ട്. അവിടെ വാഷ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ 2 ടവേഴ്സാണ് ഈ പ്രൊജക്റ്റിലുള്ളത്. ഇത് ടവർ 1, ടവർ 2. ടവർ 2ലാണ് നമുക്ക് ഒരു യൂണിറ്റ് ഇപ്പോൾ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ടവർ 2ന്റെ എൻട്രൻസ് ലോബി പോയിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് നല്ല ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് ലോബി തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ഗെയിം ഏരിയയിലേക്ക് പോവാം. ഇതാണ് ടവർ 2ലെ ലോഞ്ച്. ഈ ലോഞ്ചാണ് കൊടുക്കാനുള്ള യൂണിറ്റിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ലോഞ്ച്. നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുള്ള ഒരു ലോഞ്ചാണ്. അപ്പോൾ ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ജിമ്മ്. ഇത്രയും എക്യുപ്മെന്റ്സ് ഒക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ. കൂടാതെ ഫ്ലോറ് വുഡൻ ഫ്ലോറിംഗ് ആണ്. ഒരു സൈഡ് ഫുള്ള് മിററാണ്, ഒരു സൈഡിൽ ഫുള്ള് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല പ്രീമിയം ഫിനിഷ് ആയിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഗെയിംസ് ലോഞ്ചിൽ വരുന്ന അമ്യൂണിറ്റീസ്. ഫുട്ബോൾ കോർട്ട്, ഷട്ടിൽ കോർട്ട്, ഹാഫ് ബാസ്കറ്റ് ബോൾ, ഇങ്ങനെ ഇത്രയും അമ്യൂണിറ്റീസ് ഇവിടെ വരുന്നുണ്ട്. ഈ ഫുട്ബോൾ കോർട്ട് വളരെ കുറഞ്ഞ ബിൽഡേഴ്സ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ആ ഫുട്ബോൾ കോർട്ടും ബാക്കിയുള്ള അമ്യൂണിറ്റീസ് ഒക്കെ പോയി കാണാം. ഇതാണ് നമ്മുടെ ഗെയിം ഏരിയ. ഇത് പാർക്കിംഗ് ബിൽഡിങ്ങിന്റെ റൂഫ് ടോപ്പിലാണ് വരുന്നത്. ഇവിടെ കുറെ ഓപ്പൺ ഏരിയ ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റിയിട്ടുള്ള സ്പേസ് ഉണ്ട്. കൂടാതെ കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്, ബാഡ്മിന്റൺ കോർട്ട് ഉണ്ട്. ഇവിടെയും ചെറിയൊരു സ്ലൈഡൊക്കെ കാണാം. ബാഡ്മിന്റൺ കോർട്ട് കഴിഞ്ഞാൽ അവിടെ ബാസ്കറ്റ് ബോൾ കോർട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു ഫുട്ബോൾ ടർഫ് കൊടുത്തിട്ടുണ്ട്, യോഗ ഏരിയ ഉണ്ട്. ഇത്രയുമാണ് ഈ റൂഫ് ടോപ്പിൽ കൊടുത്തിട്ടുള്ള ഗെയിം ഫെസിലിറ്റീസ്. പിന്നെ നേരത്തെ കാണിച്ച പോലെ ബിൽഡിങ്ങിന്റെ ഉള്ളിലായിട്ടാണ് ജിമ്മ് വരുന്നത്. പിന്നെ ഈ ഒരു പ്രൊജക്ടിന്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് റെഡി ടു മൂവിനായിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. കൂടാതെ ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കലൂർ സ്റ്റേഡിയത്തിന്റെ തൊട്ടടുത്താണ്. വളരെ കുറഞ്ഞ ഡിസ്റ്റൻസ് മാത്രമാണ് കലൂർ സ്റ്റേഡിയത്തിലേക്കുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ കെൻ ബിൽഡേഴ്സിന്റെ ഒരു പുതിയ പ്രൊജക്ട് ഓൺഗോയിങ് ആണ്. നിയറിംഗ് കംപ്ലീഷൻ ആയിട്ടുള്ള പ്രൊജക്റ്റ് ആണ്. അത് വളരെ പ്രീമിയം രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ്. അതിൽ യൂസ് ചെയ്തിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഒക്കെ വളരെ ഹൈ സ്പെസിഫിക്കേഷൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഓൺഗോയിങ് ആയിട്ടുള്ള പ്രൊജക്റ്റിലേക്ക് നമുക്ക് പോയി അവിടുത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് കാണിച്ചു തരാം. സ്ട്രക്ചർ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്, ബാക്കി ഫിനിഷസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി അവിടെ പോയിട്ട് കാണാം. അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓൺഗോയിങ് ആയിട്ടുള്ള പ്രൊജക്ട്. എടപ്പള്ളി ലുലുന്ന് അമൃത ഹോസ്പിറ്റലിലേക്ക് പോകുന്ന NH66 റോഡിന്റെ ഫേസ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രൈം ലൊക്കേഷനിലാണ് വരുന്നത്. അതിൻ്റെതായ വാല്യൂ ഈ ലാൻഡിന് വരുന്നുണ്ട്. ഈ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ആക്സസറീസും എല്ലാം പ്രീമിയം ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ലൊക്കേഷൻ തന്നെയാണ്. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ വരുന്ന 6 ലൈൻ ഹൈവേ ഉണ്ടല്ലോ, അതിന്റെ നേരെ സൈഡിൽ തന്നെയാണ് ഇത് വരുന്നത്. അതിന്റെ കൺസ്ട്രക്ഷൻ ആണ് നടക്കുന്നത്. ആ ബ്രിഡ്ജ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അത് 6 ലൈൻ റോഡാണ്. ഇതാണ് NH66 റോഡ്. ഇതിനെ നേരെ ഫേസ് ചെയ്തിട്ടാണ് ഈ പ്രൊജക്ട് വരുന്നത്. ഈ റോഡിന്റെ സർവീസ് റോഡിൽ നിന്നാണ് നമുക്ക് ഈ പ്രൊജക്റ്റിലേക്കുള്ള എൻട്രി. ഇനി നമുക്ക് മോക്കപ്പ് ഫ്ലാറ്റ് കാണാം. അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാമ്പിൾ ഫ്ലാറ്റ്. ഇതിന്റെ മെയിൻ ഡോറിനെ നോക്കി കഴിഞ്ഞാൽ കുറച്ച് നോർമൽ ഹൈറ്റിനെക്കാട്ടും കുറച്ച് കൂടുതൽ ഹൈറ്റ് ഉണ്ട്. കൂടാതെ ഇത് ടീക്ക് വുഡിൽ ചെയ്തിട്ടുള്ള ഒരു ഡോറാണ്, പ്രീമിയം ഡോറാണ്. ഇതിന്റെ ഹാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത്തുള്ള ഹാൻഡിലാണ്, നല്ല പ്രീമിയം ലുക്ക് ഉണ്ട്.
പിന്നെ ഇത് സ്മാർട്ട് ലോക്ക് സിസ്റ്റം ആണ്. ആക്സസ് കൺട്രോൾ കാർഡ് വെച്ചിട്ടും ഫിംഗർ പ്രിന്റ് വെച്ചിട്ടും നമ്പർ വെച്ചിട്ടൊക്കെ ആക്സസ് കൺട്രോൾ ഉണ്ട്. ഫോയർ സ്പേസ് നേരെ ലിവിംഗ് റൂമിലേക്കാണ് വരുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് ഏരിയ ഉണ്ട്. അതിൽ ഡൈനിങ് റൂമിൽ സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു വലിയ ബാൽക്കണി വരുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ അതുപോലെ ബെഡ്റൂംസ് ഒക്കെ വരുന്നത്. അത് കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ടാണ് ഒരു ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട്. അവിടുന്ന് ഒരു യൂട്ടിലിറ്റി ഏരിയ, ഒരു വർക്കിംഗ് കിച്ചൺ ആയിട്ട് യൂസ് ചെയ്യാം. അതിന് ഒരു ബാൽക്കണി വരുന്നുണ്ട്. നമുക്ക് ഡ്രൈ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ സെർവന്റിന് യൂസ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ടോയ്ലറ്റും വരുന്നുണ്ട്. പ്രൊജക്ടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ അല്ലെങ്കിൽ സാമ്പിൾ ഫ്ലാറ്റ് കാണാനൊക്കെ നമ്മൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ബൈ.